ഏത് സമയത്തും എവിടെയും എപ്പോഴും ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇന്ത്യൻ നേവി ഇപ്പോൾ പാകിസ്ഥാനോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഒഫീഷ്യലായി ഇന്ത്യൻ നേവി ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിച്ചു. ഇന്ത്യയുടെ ബ്രഹ്മോസിനെ എതിർക്കാനുള്ള ഒരു മിസൈലും പാകിസ്ഥാൻ ഇതുവരെയും വികസിപ്പിച്ചെടുത്തിട്ടില്ല. ഇന്ത്യൻ ആർമി അറേബ്യൻ സമുദ്രത്തിൽ ഏത് സമയവും ബ്രഹ്മോസ് മിസൈലുമായി ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെല്ലാം റിസൈൻ കൊടുത്തിരിക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റാവൽപിണ്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഏത് സമയത്തും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും കരുതിയിട്ടാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരെല്ലാം റിസൈൻ ലെറ്റർ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ചൈന പാകിസ്ഥാന് വേണ്ടി അവരുടെ PL-15 മിസൈലും കൊടുത്തു. ഈ മിസൈലിന് ഏകദേശം 300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അതുപോലെ തന്നെ തുർക്കി വ്യോമസേനയുടെ ഒരു ലോക്ഹീഡ് C-130 ഹെർക്കുലസ് വിമാനം അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നത് നിരീക്ഷിക്കപ്പെട്ടതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് സർവീസായ ADSB എക്സ്ചേഞ്ച് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോകുന്നതായി തോന്നിക്കുന്ന അസാധാരണമായ ഒരു യാത്രാ റൂട്ടാണിത്. ഇതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും മേഖലയിലെ തുർക്കിയുടെ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യാപകമായി ജിജ്ഞാസയാണ് ഇപ്പോൾ ഉണർത്തിയിരിക്കുന്നത്. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ വിശകലനവും ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയും പാകിസ്ഥാന്റെ ആളില്ല ആകാശ വാഹന കപ്പലിലേക്കുള്ള അടിയന്തര വെടിമരുന്ന് കൈമാറ്റത്തിൽ വിമാനം ഉൾപ്പെട്ടിരിക്കാമെന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും ഈ മേഖലയിലെ തുർക്കി വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ താരതമ്യേന അസാധാരണമാണ്. എന്നാൽ ഇന്നിപ്പോൾ അറബിക്കടലിന് മുകളിൽ ഈ തുർക്കി സൈനിക C-130 ഹെർക്കുലസ് വിമാനം കാണുന്നത് എല്ലാവരിലും ഒരു ജിജ്ഞാസ ഉണ്ടാക്കിയിട്ടുണ്ട്. തന്ത്രപരമായ എയർലിഫ്റ്റ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൈവിധ്യമാർന്ന 4 എഞ്ചിൻ ടർബോ പ്രോപ്പ് വിമാനമാണ് C-130 ഹെർക്കുലസ്. സൈനികരെയും ഉപകരണങ്ങളെയും വിതരണങ്ങളെയും ദീർഘദൂരത്തേക്ക് കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിനടുത്തുള്ള അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ ഇപ്പോൾ ഇതിന്റെ സാന്നിധ്യം ഇതിന്റെ ദൗത്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണർത്തിയിരിക്കുകയാണ്. ഓട്ടോമാറ്റിക് ഡിപെൻഡന്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് സിഗ്നലുകളെ ആശ്രയിക്കുന്ന ADSB എക്സ്ചേഞ്ച് പോലുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഈ വിമാനത്തിന്റെ ചലനങ്ങളെ കുറിച്ചുള്ള തത്സമയ ഡേറ്റയാണ് നൽകിയിരിക്കുന്നത്. ഇത് പ്രധാന തുറമുഖ നഗരവും പാകിസ്ഥാന്റെ സൈനിക ലോജിസ്റ്റിക്സിന്റെ കേന്ദ്രവുമായ കറാച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നാണ് ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ അറേബ്യൻ കടലിന്റെ മുകളിലുള്ള C-130 വിമാനത്തിന്റെ സാന്നിധ്യം പാകിസ്ഥാന്റെ UAV കപ്പലിന് വേണ്ടി അടിയന്തിരമായി വെടിക്കോപ്പുകൾ വഹിച്ചുകൊണ്ടിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിർത്തികളിലെ സുരക്ഷാ ഭീഷണികളെ നേരിടാനുള്ള ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് രഹസ്യാന്വേഷണത്തിനും യുദ്ധ പ്രവർത്തനങ്ങൾക്കും പാകിസ്ഥാൻ ഡ്രോണുകളെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട്. UAV സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ മുൻപന്തിയിലുള്ള തുർക്കി സമീപ വർഷങ്ങളിൽ പാകിസ്ഥാന് ബൈറക്ടർ TB2 അങ്കാർ ഡ്രോണുകൾ പോലുള്ള നൂതന സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഒളിഞ്ഞും മറഞ്ഞും നിന്ന് ചൈനയും തുർക്കിയും ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. ഈ ബൈറക്ടർ TB2 അതിന്റെ കൃത്യതയുള്ള ആക്രമണ ശേഷിക്കും താങ്ങാനാവുന്ന വിലയ്ക്കും അന്താരാഷ്ട്ര അംഗീകാരം നേടിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ UAV ആയുധപ്പുരയുടെ ഒരു മൂലക്കല്ലാക്കി മാറ്റുകയാണിപ്പോൾ. ഈ ഡ്രോണുകൾക്ക് ലേസർ ഗൈഡഡ് ബോംബുകൾ, മിസൈലുകൾ തുടങ്ങിയ പ്രത്യേക യുദ്ധോപകരണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഈ പറക്കലിന്റെ സമയം കൂടുതൽ കൗതുകങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കാരണം അറബിക്കടലിൽ തന്ത്രപരമായി സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. മിഡിൽ ഈസ്റ്റിലും ദക്ഷിണേഷ്യയിലും തുടർച്ചയായി സംഘർഷങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. പാകിസ്ഥാൻ സൈന്യം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും അതിർത്തി സുരക്ഷയിലും സജീവമായി ഏർപ്പെട്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ UAV യുദ്ധോപകരണങ്ങളുടെ ദ്രുതഗതിയിലുള്ള ഈ പുനഃവിതരണം തീവ്രമായ ഡ്രോൺ പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഒരു സൂചനയാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തമായ പ്രതിരോധം കണക്കിലെടുക്കുമ്പോൾ വിമാനവാഹിനി കപ്പലുകൾ പോലുള്ള ഉയർന്ന മൂല്യമുള്ള ഇന്ത്യൻ നാവിക ആസ്തികളെ ലക്ഷ്യമിടാൻ വേണ്ടി പാകിസ്ഥാൻ TNWS വിന്യസിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഇന്ത്യയുടെ INS വിക്രമാദിത്യയും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്തും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്ന ഈ കപ്പലുകൾ സമുദ്ര ആധിപത്യം നിലനിർത്തുന്നതിനും സമുദ്ര ആശയവിനിമയ രേഖകൾ സുരക്ഷിതമാക്കുന്നതിനും ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് വളരെ ദൂരെ വ്യോമശക്തി പ്രദർശിപ്പിക്കുന്നതിനും നിർണായകമാണ്. പാകിസ്ഥാനുമായുള്ള ഒരു സംഘർഷത്തിൽ ഉപരോധങ്ങൾ നടപ്പിലാക്കുന്നതിലും ആക്രമണങ്ങൾ നടത്തുന്നതിലും പാകിസ്ഥാന്റെ നാവിക വ്യോമ ആസ്തികളെ നേരിടുന്നതിലും ഇവ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ വ്യോമ മിസൈൽ ഭീഷണികളെ നേരിടുന്നതിനായി ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ വാഹകരെ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ DRDOയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത MRSAM ഈ പ്രതിരോധ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഘടകമാണ്. ബറാക്ക് 8 എന്നും അറിയപ്പെടുന്ന MRSAMന് 70 മുതൽ 100 കിലോമീറ്റർ വരെയാണ് ദൂരപരിധിയുള്ളത്. കൂടാതെ മാക് 2 വരെ വേഗതയിൽ സബ്സോണിക്, സൂപ്പർസോണിക് മിസൈലുകൾ, വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ നേരിടാനും ഇതിന് കഴിയും. ഇതിന്റെ സജീവമായ റഡാർ ഹോമിംഗ് സീക്കർ, 360 ഡിഗ്രി കവറേജ്, താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനുള്ള കഴിവ് എന്നിവയെല്ലാം ഇതിനുണ്ട്.
പാകിസ്ഥാന്റെ ബാബർ പോലുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾക്കെതിരെയും അതുപോലെ തന്നെ ഹാർപൂൺ മിസൈലുകൾക്കെതിരെയും ഇത് വളരെയധികം ഫലപ്രദമാണ്. ഇന്ത്യയുടെ ഈ ശക്തമായ പ്രതിരോധത്തെയും വിമാനവാഹിനി കപ്പലുകളെ നിർവീര്യമാക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ വിനാശകരമായ ശക്തി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി TNWകളെ ഒരു മാർഗമായി കണക്കാക്കുമെന്നുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 60 മുതൽ 70 കിലോമീറ്റർ ദൂരപരിധിയും കുറഞ്ഞ ഈൽഡ് ന്യൂക്ലിയർ വാർഹെഡുമുള്ള നാസർ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ നിരവധി TNW മിസൈലുകൾ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ TNW ഇതിൽ ഉയർന്ന കൃത്യതയും ഹ്രസ്വ ദൂരപരിധിയുമുള്ള നാസർ കര ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാണ്. എന്നാൽ പാകിസ്ഥാൻ കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തത് സമുദ്ര മേഖലകളിലേക്ക് ആണവ പ്രതിരോധം വ്യാപിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളാണ്. അതായത് ഒരു വിമാനവാഹിനി കപ്പലിനെ നശിപ്പിക്കാനോ അതിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനരഹിതമാക്കാനോ ഇതിനെ പൂർണ്ണമായി മുക്കാനോ ഇതിന് കഴിയും. അതെ, പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ INS വിക്രാന്ത്, വിക്രമാദിത്യ പോലുള്ള കാരിയർ കപ്പലുകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്യുക എന്നതാണ്. ഇവിടെ പാകിസ്ഥാന് നല്ലൊരു വെല്ലുവിളി തന്നെയുണ്ട്. കാരണം ഈ നാസർ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പരിമിതമായ ദൂരപരിധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത് ഇന്ത്യൻ കാരിയറുകൾക്ക് സമീപം വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല AWACS, സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ, ഉപഗ്രഹ നിരീക്ഷണം എന്നിവയുൾപ്പെടെയുള്ള ഒരു തലങ്ങളിലുള്ള പ്രതിരോധ ശൃംഖലയ്ക്കുള്ളിലാണ് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കടലിൽ പോലും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ വൻ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തുന്നത്. ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ ഒരു ഭീഷണികൾക്കും ഇന്ത്യ നിന്നുകൊടുക്കുകയില്ല. MRSAM-ന് പുറമെ ഇന്ത്യൻ നാവികസേന ഇവിടെ ഒരു ബഹുതല പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യയുടെ എസ്കോർട്ട് വെസലുകൾ, കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളിൽ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളും വിശാഖപട്ടണം ക്ലാസ് ഫ്രിഗേറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ബരാക് 8 ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവ മിസൈൽ വിരുദ്ധ അന്തർവാഹിനി വിരുദ്ധ ശേഷികളാണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ആണവ ട്രയാഡ്, കര, വ്യോമ, കടൽ അധിഷ്ഠിത ആസ്തികൾ വിശ്വസനീയമായ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പാക്കുന്നുണ്ട്. അതായത് K-15, K-4 മിസൈലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന INS അരിഹന്തും വരാനിരിക്കുന്ന INS അരിഘട്ട് അന്തർവാഹിനികളും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ആണവ പ്രതിരോധമാണ് ഇന്ത്യക്ക് നൽകുന്നത്. അതേപോലെ തന്നെ മെറ്റിയർ മിസൈലുകൾ ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകളും നാവികസേനയുടെ MiG-29Kയും വ്യോമ സംരക്ഷണമാണ് ഇന്ത്യക്ക് നൽകുന്നത്. ഇത് പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. ഇത് മാത്രമല്ല, P-8I പോസ്റ്റഡോൺ വിമാനം, ഇസ്രോയുടെ GSAT-7 ഉപഗ്രഹങ്ങൾ പാകിസ്ഥാന്റെ ചലനങ്ങളുടെ മുൻകൂർ മുന്നറിയിപ്പും ട്രാക്കിങ്ങും ഇന്ത്യക്ക് ഉറപ്പാക്കി തരുന്നു. നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ 12 ബോയിങ് P-8I വിമാനങ്ങളുണ്ട്. ഇത് പ്രധാനമായും അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല വിരുദ്ധ യുദ്ധം, ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണം എന്നീ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പരമാവധി ദൂരപരിധി എന്ന് പറയുന്നത് 2222 കിലോമീറ്ററിലധികമാണ്. ഗണ്യമായ ആഴത്തിലുള്ള അന്തർവാഹിനികളെ കണ്ടെത്തുന്നതും നിർവീര്യമാക്കുന്നതും ഉൾപ്പെടെ ദീർഘദൂര നിരീക്ഷണത്തിനായിട്ടാണ് P-8I രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിപുലമായ സെൻസറുകൾ, അതുപോലെ തന്നെ ഇതിലെ ആയുധ സംവിധാനങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഭാരം കുറഞ്ഞ ടോർപിഡോകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങൾ വഹിക്കാൻ ഈ P-8Iക്ക് സാധിക്കും. ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് ചൈനയുടെയും തുർക്കിയുടെയും സഹായത്തോടെ ഇന്ത്യൻ നാവികസേനയെ ആക്രമിക്കാനാണോ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്? എന്നാൽ എവിടെ നിന്ന് ആക്രമണം എത്തിയാലും ഏത് രീതിയിലും ചെറുത്തു നിൽക്കാനുള്ള പ്രതിരോധ ശക്തമായി തങ്ങൾ ഏത് സമയവും എവിടെ വേണമെങ്കിലും എന്ത് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.